നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നിന്ന് ദീപികയെ ഒഴിവാക്കിയതിന് പിന്നാലെ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ നിന്നും ദീപികയുടെ പേര് ഒഴിവാക്കിയതായി കണ്ടുപിടിച്ചിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ നിന്ന് ദീപികയെ ഒഴിവാക്കിയെന്ന വിവരം സിനിമയുടെ നിർമ്മാതാക്കൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. അതിന് പിന്നാലെയാണ് ആദ്യ ഭാഗത്തിൽ നിന്നും ദീപികയുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നത്. കൽക്കിയുടെ OTTയിൽ സ്ട്രീം ചെയ്യുന്ന പതിപ്പിലെ എൻഡ് ക്രെഡിറ്റിൽ നിന്നാണ് ഇപ്പോൾ ദീപികയുടെ പേര് ഒഴിവാക്കിയതായി കണ്ടെത്തിയിരിക്കുന്നത്. എൻഡ് ക്രെഡിറ്റിന്റെ സ്ക്രീൻഷോട്ടും ചിലർ എക്സിലൂടെ പങ്കുവെക്കുന്നുണ്ട്. കൽക്കിയിൽ വലിയൊരു റോൾ കൈകാര്യം ചെയ്യുകയും സിനിമയുടെ വിജയത്തിൽ പങ്കുവഹിച്ച ദീപികയുടെ പേര് ഒഴിവാക്കിയത് വളരെ മോശമായി പോയി എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഈ പ്രവൃത്തി മോശമായി പോയി എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. ചിത്രത്തിൽ സുമതി എന്ന കഥാപാത്രത്തെയാണ് ദീപിക അവതരിപ്പിച്ചത്. രണ്ടാം ഭാഗത്തിലെ തന്റെ പ്രതിഫലത്തിൽ 25% വർധനവാണ് ദീപിക പദുകോൺ ആവശ്യപ്പെട്ടതെന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്റെ ജോലി സമയം 7 മണിക്കൂറായി ചുരുക്കണമെന്ന് ദീപിക ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നടിയുമായി ചർച്ചകൾ നടന്നെങ്കിലും നിർമ്മാതാക്കൾക്ക് ഒത്തുപോകാൻ കഴിഞ്ഞില്ലെന്നാണ് വിവരം. തന്റെ ഒപ്പമുള്ള 25ഓളം ടീം അംഗങ്ങൾക്ക് 5 സ്റ്റാർ താമസവും ഭക്ഷണവും ദീപിക ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പമുള്ള ടീമിന്റെ എണ്ണം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കൾ നടിയോട് അഭ്യർത്ഥിച്ചെങ്കിലും ദീപിക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നാണ് സൂചന. ഒപ്പം സിനിമയുടെ ലാഭത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം നടി ആവശ്യപ്പെട്ടെന്നും പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.